morning everybody. Welcome to online class. Now we are going to learn the first lesson of the 10th class English Adventures in a Banyan Tree written by Ruskin Bond. Take your test or look at the monitor. Okay. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ്, ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് മാത്രം പഠിച്ച് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് വാങ്ങുക, നല്ല ഉന്നതമായ സ്കോർ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ദോസ് തിങ്സ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ precious time. So let us come to the point. Then I shall read, look at the book or on the monitor. Okay. Nature is for all living beings. Man should live in harmony with nature. Nature is for all living beings. എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതാണ് പ്രകൃതി. Man should live, മനുഷ്യൻ ജീവിക്കണം, in harmony with nature. പ്രകൃതിയോട്, harmony means joined with, combined with, mixed with. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് വേണം, യോജിച്ച് വേണം മനുഷ്യൻ ജീവിക്കണം. Man should live in harmony with nature. Then being one with nature is always mesmerizing. Being one, പ്രകൃതിയിലെ ഒരു അംശം എന്ന രീതിയിൽ, പ്രകൃതിയുടെ ഒരു ഭാഗം എന്ന രീതിയിൽ, പ്രകൃതിയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, ഈസ് ആൾവൈസ്, നേച്ചർ ഈസ് ആൾവൈസ് mesmerizing. Mesmerizing means attracting, വശ്യത, ചാമിങ്. അപ്പോൾ പ്രകൃതി വളരെ വശ്യതയാർന്ന, എല്ലായ്പ്പോഴും വശ്യതയാർന്ന ഒന്നാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ leisure time with nature? Have you ever got a chance? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം ലഭിച്ചിട്ടുണ്ടോ? Have you ever got a chance to spend, ചെലവഴിക്കാൻ, leisure time, free time with nature? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്രമവേളകൾ, ഇടവേളകൾ, എന്താണ്, ഫ്രീ ടൈമുകൾ പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? പ്രകൃതിയോടൊപ്പം നിങ്ങളുടെ വിശ്രമവേളകൾ ചിലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് റസ്കിൻ ബോണ്ട് ചോദിക്കുകയാണ്. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. How a boy experienced, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടായത്, ആൻഡ് ബ്ലെൻഡഡ്, ഇഴുകിച്ചേർന്നത്, വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. എസൻസ് മീൻസ് സത്ത, മെയിൻ പോയിന്റ്. പ്രകൃതിയുടെ സത്തയുമായിട്ട്, പ്രകൃതിയുടെ സ്വഭാവവുമായിട്ട്, പ്രകൃതിയുടെ സത്തയുമായിട്ട്, എസൻസുമായിട്ട് എങ്ങനെയാണ് ഒരു കുട്ടി ഇഴുകിച്ചേർന്ന് ജീവിച്ചതും അദ്ദേഹത്തിനുണ്ടായ, അല്ലെങ്കിൽ ആ കുട്ടിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും വിവരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് എത്രയാണ്? ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് നേച്ചർ, ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. അണ്ടർലൈൻ ദാറ്റ് പാർട്ട്. How a boy experienced and blended with the essence of nature, blended with the essence of nature. Then adventures in a banyan tree, adventures in a banyan tree. അപ്പോൾ adventures means എന്താണ്? എക്സൈറ്റിംഗ് ആക്ടിവിറ്റി, എക്സൈറ്റിംഗ്, ആവേശമുണ്ടാക്കുന്ന, എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് പറയുന്നു? സാഹസികത.
In a banyan tree means അരയാൽ വൃക്ഷം. ഒരു അരയാൽ വൃക്ഷത്തിലെ സാഹസിക പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്, എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രൊഫൈല് 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു 5 സ്കോർ അല്ലെങ്കിൽ 6 സ്കോർ കിട്ടുന്ന ചോദ്യമാണ് റസ്കിൻ ബോണ്ട്. അത് പിന്നീട് അതിനെക്കുറിച്ച് പറയാം. റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19th May 1934. 1934 മെയ് മാസം 19ാം തീയതിയാണ്. ആര് ജനിച്ചത്? റസ്കിൻ ബോണ്ട് ജനിച്ചത്. മെയ് മാസം 19ാം തീയതിയാണ്. ഈസ് ആൻ ഇന്ത്യൻ ആദർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. അതെന്താ ബ്രിട്ടീഷ് ഡിസെൻറ്റ്? അപ്പോൾ ഭാഗികമായി ഇന്ത്യക്കാരനും ഭാഗികമായി ബ്രിട്ടീഷുകാരനുമാണ് ആര്? നമ്മുടെ റസ്കിൻ ബോണ്ട്. അതായത് പുസ്തകത്തിൽ പറയുന്നില്ല. അച്ഛൻ്റെ പേര് RB ബോണ്ടും AURBEOY RB ബോണ്ട് BOND ആൻഡ് ഈഡിത്ത് ക്ലാർക്സ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പാരൻസിൻ്റെ പേരാണ് പറഞ്ഞത്. RB ബോണ്ട് ആൻഡ് ഈഡിത്ത് ക്ലാർക്സ് ആർ ഹിസ് പാരൻസ്. പാരൻസ് ആണ്. Then the famous Indian author and poet of British descent, Ruskin Bond was born on 19th May 1934 in Kausali in Himachal Pradesh. ഹിമാചൽ പ്രദേശിലെ കൗസാലിയിൽ 1934 മെയ് മാസം 19ാം തീയതി RB ബോണ്ടിൻ്റെയും ഈഡിത്ത് ക്ലാർക്കിൻ്റെയും മകനായിട്ടാണ് ജനിച്ചത് എന്നാണ് പറയുന്നത്. ഹി സ്റ്റഡീഡ് ഇൻ ദ ബിഷപ്പ് കോട്ടൺ സ്കൂൾ ഇൻ സിമില. He started his education in the Bishop Cotton School in Simla. Then he wrote his first text named The Roof on the Road in 1957 at the age of 17. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ എന്ത് ചെയ്യുന്നു ദ റൂം ഓൺ ദ റൂഫ് എഴുതപ്പെട്ടത്. തുടർന്ന് ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയുണ്ടായി എന്നാണ്. ദ ഫ്ലൈറ്റ് ഓഫ് പിജിയോൺസ്, ബ്ലൂ അംബ്രല്ല, അത് സിനിമയായിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് ആണ് ആംഗ്രി റിവർ. ദെൻ ഹി റിസീവ്ഡ് several prizes including Sahitya Academy Award, Padma Bhushan, etc. Now he lives in Missouri. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് മസൂറിയിലാണ്. ബാക്കി ഡീറ്റെയിൽഡ് പിന്നീട് പറയുന്നതാണ്, പാഠം കഴിഞ്ഞതിന് ശേഷം പറയുന്നത്. Now let us to the lesson. Let us start the lesson. ലെസണിലേക്ക് തുടങ്ങാം. Then I shall read the first paragraph. Listen here. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Though here means though, even if, എങ്കിലും. The house and grounds of our home in India were grandfather's domain. Domain means control. The word domain means control. ആധിപത്യം. അപ്പോൾ വീടും
വീടും വീടിൻ്റെ പരിസരങ്ങളും. ഇൻ ഇന്ത്യ, നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വീടും വീടിൻ്റെ പരിസരങ്ങളും മുത്തച്ഛൻ്റെ ആധിപത്യത്തിലായിരുന്നു എങ്കിലും. അപ്പോൾ വീടും, നമ്മുടെ ഇന്ത്യയിലെ വീടുണ്ട്, ഇന്ത്യയുടെ വീടും അതിൻ്റെ പരിസരങ്ങളും ഗ്രൗണ്ട്സ് ചുറ്റുപാടുകളും മുത്തച്ഛൻ്റെ ആധിപത്യത്തിലായിരുന്നു എങ്കിലും. The magnificent means wonderful. The word magnificent means wonderful or splendid. Old banyan tree was mine. Mine means എൻ്റേത്. ഈ ഉജ്ജ്വലമായ, ഈ വയസ്സായ പ്രായം ചെന്ന ഈ അരയാൽ വൃക്ഷം എൻ്റേതായിരുന്നു. ചീഫിലി, മുഖ്യമായും. ബിക്കോസ് grandfather at the age of 65 could no longer climb it. Could no longer climb it. അപ്പോൾ the house was in grandfather's domain. അപ്പോൾ വീട് മുത്തശ്ശൻ്റെ ആധിപത്യത്തിലായിരുന്നു. The house was in grandfather's domain. But the old banyan tree was mine. Mine means the others, the narrator's control. Who is the narrator of the story? Perhaps the author himself. ഒരു പക്ഷേ ആദർ തന്നെ സ്വയം പറയുന്നതായിരിക്കാം. The narrator of the story. Okay. Then it was because grandfather was 65 years old, so he could not climb the tree. ഈ വൃക്ഷത്തിൽ കയറാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കുക. Though the house and the grounds of our home in India were grandfather's domain, the magnificent, the splendid old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. The house and the grounds of their home in India were grandfather's control, but the old banyan tree was the others or the narrators, because grandfather could not climb the tree because he was very old. Then he was 65 years of age. Okay. Grandmother used to tease him about this. Tease, the word tease means make fun of. Kaliyakuga, make fun of, or insult, make fun of. Tease him. Used to means always, ellaippol. Grandmother used to tease him about this. What is mean by about this? എന്താണ് about this? അതായത് grandfather at this age, I have already told you, he was 65 years of age, so he could not climb the tree, the magnificent banyan tree. ഈ അരയാൽ വൃക്ഷത്തിൽ 65 വയസ്സുള്ള ഇദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള പറയുന്നത്. അതുകൊണ്ട് മുത്തശ്ശി തുടർച്ചയായിട്ട് എല്ലായ്പ്പോഴും കളിയാക്കുമായിരുന്നു. ഗ്രാൻഡ് മദർ used to tease him, tease grandfather, then and would speak of a certain Countess of Desmond, an English woman who lived to the age of 170. നോക്കുക. Grandmother would speak of Countess of Desmond. Countess means പ്രഭുവിൻ്റെ ഭാര്യ പ്രഭി. ക്യൂൻ, കൗണ്ടസ് മീൻസ് ക്യൂൻ. ഡെസ്മണ്ട് മീൻസ് പ്രദേശമാണ്. അപ്പോൾ ഈ രാജകുമാരി ആരാണ്? കാതറിൻ ഫിറ്റ്സ് ജെറാൾഡ്.
ഫിറ്റ്സ്ജെറാൾഡ് എന്ന കഥാപാത്രമാണ്. ഡെസ്മണ്ട്. കാതറൈൻ ഫിറ്റ്സ്ജെറാൾഡ്, ദ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, വാസ് എ നോബിൾ വുമൺ ഓഫ് ആംഗ്ലോ നോർമൻ ഫിറ്റ്സ്ജെറാൾഡ് ഡൈനാസ്റ്റി ഇൻ അയർലൻഡ്. അയർലൻഡിലെ എന്താണ് ആംഗ്ലോ നോർമൻ ഫിറ്റ്സ്ജെറാൾഡ് വർഗത്തിലെ വിഭാഗത്തിലെ ശ്രേഷ്ഠയായ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ രാജകുമാരി ആയിരുന്നു കാതറൈൻ ഫിറ്റ്സ്ജെറാൾഡ്. കാതറൈൻ ഫിറ്റ്സ്ജെറാൾഡ്. അപ്പോൾ ഈ വനിതയെക്കുറിച്ച്, ഈ രാജ്ഞിയെക്കുറിച്ച് ധാരാളം കഥകൾ നിലനിൽപ്പുണ്ട്. ഒരു കഥ പറയുന്നു 90-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന്, മറ്റൊരു കഥ പറയുന്നു 120-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 117-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നുള്ളതാണ്. There have been several reports making her age around 120 years, 200 years. She fell from a tree. She fell from an apple tree, so hurt her thigh and affected fever and died. അവൾ 120-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 100 വയസ്സിനും ഇടയിൽ എന്ത് ചെയ്യുന്നു, ഒരു ആപ്പിൾ വൃക്ഷത്തിൽ കയറിയുണ്ടായി. ഇറ്റ് വാസ് അറ്റ് ദ ടൈം ഷീ വാസ് in the text 117 years. 117-ാമത്തെ വയസ്സിലാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആപ്പിൾ വൃക്ഷത്തിൽ കയറിയുണ്ടായി. അവിടെ നിന്ന് എന്ത് ചെയ്തു, പതനം സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു. അങ്ങനെ ഹർട്ട് ഹെർ തൈക്ക് എന്ത് ചെയ്തു, കുഴപ്പമുണ്ടായി, തുടയെല്ലിന് കുഴപ്പമുണ്ടായി. അങ്ങനെ പനി പിടിച്ചു മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 117-ാമത്തെ വയസ്സിൽ ഈ കാതറിൻ ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുന്ന സ്ത്രീ ആപ്പിൾ വൃക്ഷത്തിൽ കയറാതിരുന്നു എങ്കിൽ വീണ്ടും ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടി എന്താണ്, ഈ 65-ാമത്തെ വയസ്സിൽ മുത്തശ്ശനോട് ആപ്പിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ അരയാൽ വൃക്ഷത്തിൽ കയറരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് കളിയാക്കുന്നതിലൂടെ ആ മുത്തശ്ശി വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടീസ് him about this and would speak of a certain Countess Desmond. Catherine Fitzgerald ആണ് an English woman who lived to the age of 170 and would have lived longer. ഒരു പക്ഷേ ജീവിക്കുമായിരുന്നു. എന്താണ്, if she hadn't fallen, വീഴാതിരുന്നു എങ്കിൽ, while climbing an apple tree. ഞാൻ പറഞ്ഞതാണ്, ആ വൃക്ഷത്തിൽ, ആ ആപ്പിൾ വൃക്ഷത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അവൾ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഫ് ക്ലാസിൻ്റെ 3-ാമത്തെ മോഡലാണ് അത്, നമ്മൾ ശ്രദ്ധിക്കുക. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ വ്യാപിച്ച് കിടക്കുന്ന ശിഖരങ്ങൾ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ വ്യാപിച്ച് കിടക്കുന്ന ശിഖരങ്ങൾ. which curved means വളഞ്ഞു, to the ground and took root again. അപ്പോൾ the spreading branches of the banyan tree curved to the ground and took root again. എന്ത് ചെയ്യുന്നു, അപ്പോൾ എന്താണ്, ഇതിൽ വ്യാപിച്ച് കിടക്കുന്ന ശിഖരങ്ങൾ എന്ത് ചെയ്യുന്നു, വളഞ്ഞ് തറയിൽ വന്ന് സ്പർശിക്കുകയും അവിടെ വേരൊടുകയും ചെയ്തു. അപ്പോൾ എന്താണ്, റൂട്ട് അഗെയിൻ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. ഓക്കെ. ഫോമിങ്, രൂപം കൊണ്ടിരിക്കുന്നത്. എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് മീൻസ് കൺഫ്യൂസിങ്, സങ്കീർണമായ. എ നെറ്റ്വർക്ക് ഓഫ് കൺഫ്യൂസിങ് എന്നർത്ഥം. എന്താണ്, മെയ്സ് ഓഫ് ആർച്ച്. ഒരു ആർച്ച് രൂപേണ. ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, റോമൻ കലാരൂപമാണ്. എന്ത് ചെയ്യുന്നു, കമാനാകൃതിയിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ സങ്കീർണമായ ഒരു കമാനാകൃതിയിൽ രൂപം കൊണ്ടു. ഫോമിങ്. മെയ്സ് ഓഫ് ആർച്ച്. ഗേവ് ദ നറേറ്റർ എൻഡ്ലെസ് പ്ലഷർ. എൻഡ്ലെസ് മീൻസ് അവസാനമില്ലാത്ത, എൻഡ് അവസാനിക്കാത്ത, ലെസ് ഇല്ലാത്ത, അവസാനമില്ലാത്ത, കണ്ടിന്യൂസ് തുടർച്ചയായ സന്തോഷം. പ്ലഷർ മീൻസ് ഹാപ്പി, സന്തോഷം നൽകി.
ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ട്രീയെക്കുറിച്ച് പറയുകയാണ്, അരയാൽ വൃക്ഷത്തെക്കുറിച്ച്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. വീട്ടിനേക്കാൾ പ്രായമുള്ളതാണ് ഈ വൃക്ഷം. ദ ട്രീ വാസ് ഉണ്ടായിരുന്നു എന്നാണ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട് ഈ വൃക്ഷത്തിന്. അസ് ഓൾഡ് അസ് ദ ടൗൺ ഓഫ് ഡെറ. ഡെറ പട്ടണത്തിനേക്കാൾ. സിംലയാണ്, ഹിമാചൽ പ്രദേശിലാണ് നമ്മുടെ റസ്കിൻ ബോണ്ട് ജനിച്ചത്. ഡെറ പട്ടണത്തിനേക്കാളും പഴക്കം ചെന്ന്. അപ്പോൾ വീട്ടിനേക്കാൾ പഴക്കമുണ്ട് ഈ അരയാൽ വൃക്ഷത്തിന്. മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട് ഈ അരയാൽ വൃക്ഷത്തിന്. ഈ ഡെറ പട്ടണത്തിനേക്കാൾ വളരെ പഴക്കമുണ്ട് ഈ അരയാൽ വൃക്ഷത്തിന്. നെസ്ലിംഗ് ലൈസ് കിടക്കുന്നു. ഇൻ ദ വേലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത്. വാലി താഴ്വാരം, ഫൂട്ടും താഴ്വാരമാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് കിടക്കുന്ന ഡെറ പട്ടണത്തിനേക്കാൾ വളരെ കാലപ്പഴക്കം ചെന്നതായിരുന്നു ഈ അരയാൽ വൃക്ഷം എന്ന് പറയുകയാണ്. അപ്പോൾ ദ ഹൗസ് വാസ് ഇൻ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ ട്രീ വാസ് ദ നറേറ്റേഴ്സ്. Grandfather was at that time, grandfather was 65 years of age, so he could not climb the tree. The tree was older than grandfather, older than the house, older than the Dara, the town of Dara. Okay. The next paragraph. My first friend and familiar was a small grey squirrel. ഇവിടെ തൊട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമാണ്. My first friend and familiar was a small grey squirrel. എൻ്റെ ആദ്യ കൂട്ടുകാരനും. My first friend, എൻ്റെ ആദ്യ കൂട്ടുകാരനും. Familiar means പരിചിതം. പരിചിതമായ ആദ്യത്തെ എന്താണ് പരിചിതമായ. വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂർ. സ്മാൾ ചെറിയ. ഗ്രേ മീൻസ് ചെമ്പിച്ച നിറമുള്ള, നരച്ച നിറമുള്ള കൊച്ച് ഒരു അണ്ണാർക്കണ്ണനായിരുന്നു എൻ്റെ ആദ്യ കൂട്ടുകാരൻ. ദെൻ ഹിസ് ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ. ഞാനുമായിട്ട് ആദ്യം പരിചയപ്പെട്ടതും ആദ്യമായും ചങ്ങാത്തം കൂടിയതും ഒരു ചെറിയ ചെമ്പിച്ച നിറമുള്ള, ഗ്രേ നിറമുള്ള, മങ്ങിയ നിറമുള്ള ഒരു കൊച്ചണ്ണാർക്കണ്ണനായിരുന്നു. Then arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. Arching his back. അപ്പോൾ ഈ അണ്ണാർക്കണ്ണനെ കുറിച്ച് പറയുകയാണ്. ഈ അണ്ണാർക്കണ്ണൻ കണ്ടിട്ടുണ്ടല്ലോ, കുറുക്കിങ്ങനെ പോലെ വളച്ചുകൊണ്ട്, കുറുക്കെന്ത് ചെയ്യുന്നു, പോലെ വളച്ചുകൊണ്ട്. ആർച്ച് ഹിസ് ബാക്ക്, സ്നിഫിങ്, സ്മെല്ലിങ്, ഇൻ ടു ദ എയർ, അന്തരീക്ഷത്തിൽ മണം പിടിച്ചുകൊണ്ട്. സ്നിഫിങ് ഇൻ ടു ദ എയർ, അറ്റ്മോസ്ഫിയറിൽ ഗന്ധം പിടിച്ചുകൊണ്ട്. ഹീ സീംഡ്, അവൻ കാണപ്പെട്ടു. അറ്റ് ഫസ്റ്റ്, ആദ്യം കാണപ്പെട്ടു. ടു റിസെൻഡ്, റിസെൻഡ് മീൻസ് ഫീൽ ഇൻജൂർഡ്, ഫീൽ ഇൻജൂർഡ് ഓർ ഇൻസൾട്ടഡ്. അപ്പോൾ എന്താണ്, ഹെയ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെയ്റ്റഡ് വെറുപ്പ് എന്താണ്, റിസെൻഡ് മൈ ഇൻവേഷൻ, ഇൻവേഷൻ ആക്രമണം, ഓഫ് ഹിസ് പ്രൈവസി, സ്വകാര്യത. പ്രൈവസി, സ്വകാര്യത. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അരയാൽ വൃക്ഷം എന്ന് പറഞ്ഞാൽ ആരുടെ സ്വകാര്യതയിലായിരുന്നു? ഈ കൊച്ചണ്ണാർക്കണ്ണൻ്റെ സ്വകാര്യതയിലായിരുന്നു. ആ സ്വകാര്യതയിലേക്കാണ് ഈ നമ്മുടെ നരേറ്റർ കടന്നു ചെന്നത്. അപ്പോൾ ഈ കടന്നു ചെന്നപ്പോൾ അത് ആദ്യം ഇഷ്ടപ്പെട്ടില്ല, ഈ കൊച്ചണ്ണാർക്കണ്ണന് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാ, നല്ല മനോഹരമായ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. ആർച്ച് ഈസ് ബാക്ക്, കുറുക്ക് എന്ത് ചെയ്യുന്നു, വളച്ച് പിടിച്ചുകൊണ്ട്. സ്നിഫിങ് ഇൻ ടു ദ എയർ, അന്തരീക്ഷത്തിൽ മണം പിടിച്ചുകൊണ്ട്, അന്തരീക്ഷത്തിൽ ഗന്ധം പിടിച്ചുകൊണ്ട്. ഹീ സീംഡ്, അറ്റ് ഫസ്റ്റ് ഹീ സീംഡ്, ആദ്യം അവൻ കാണപ്പെട്ടു. ടു റിസെൻഡ് മൈ ഇൻവേഷൻ, ടു റിസെൻഡ് ഹിസ് ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അപ്പോൾ ഈ അരയാൽ വൃക്ഷം എന്ന് പറയുന്നത് ആരുടെ സ്വകാര്യതയിലുള്ളതാണ്? ഈ കൊച്ചണ്ണാർക്കണ്ണൻ്റെ സ്വകാര്യതയിലുള്ളതാണ്. ആ തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആരിഷ്ടപ്പെട്ടില്ല? ആദ്യം ഈ കൊച്ചണ്ണാർക്കണ്ണന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ബട്ട്
എന്നാൽ when he found that, who is he refer to? ഇവിടെ he എന്ന് പറഞ്ഞാൽ ആരാണ്? The small grey squirrel ആണ്. But when he found that he did not arm himself with a catapult or air gun, he became friendlier. But he found that, found means saw that, കണ്ടപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ, എന്നാൽ ഈ കൊച്ചണ്ണാർക്കണ്ണൻ മനസ്സിലാക്കിയപ്പോൾ, he did not arm, ഇവിടെ ആം വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ്? he did not arm myself, ഞാൻ സ്വയം ആയുധധാരിയല്ല, സ്വയമായിട്ട് ആയുധം ധരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ. ഇങ്ങനെ വിത്ത് എ കറ്റാപ്പൾട്ട്, കറ്റാപ്പൾട്ട് തെറ്റാലി എന്നാണ് പറയുക, കവണ എന്നും തെറ്റാലി എന്നും പറയുന്നു. എ വി ഷേപ്ഡ് സ്റ്റിക്ക് വിത്ത് എ പീസ് ഓഫ് ഇലാസ്റ്റിക് ഫോർ ഷൂട്ടിംഗ് അനിമൽസ് എന്നാണ്, ഷൂട്ടിംഗ് സ്റ്റോൺസ്. അപ്പോൾ വി ഷേപ്ഡ് സ്റ്റിക്ക് വിത്ത് എ പീസ് ഓഫ് ഇലാസ്റ്റിക് ഫോർ ഷൂട്ടിംഗ്, ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വി ഷേപ്പിലുള്ള എന്ത് ചെയ്യുന്നു, നമ്മുടെ നാടോടികൾ, നമ്മുടെ ചുറ്റുപാടുള്ള ചിലപ്പോൾ നാടോടികൾ എന്ത് ചെയ്യുന്നു, കൊണ്ട് നടക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു ആയുധമാണ് കറ്റാപ്പൾ. നമ്മൾ മലയാളത്തിൽ പറയും തെറ്റാലി എന്നോ അതുപോലെ തന്നെ കവണയെന്നോ ഒക്കെ പറയാം. അപ്പോൾ തൻ്റെ കയ്യിൽ കവണ, ആയുധമായിട്ട് കവണ ഇല്ല, എയർ ഗൺ ഇല്ല എന്ന് മനസ്സിലാക്കുക, ഇത് രണ്ടും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഹീ ബികെയിം ഫ്രണ്ട്ലിയർ, കൂടുതൽ ബീഫ്രണ്ടഡായി, കൂടുതൽ കൂട്ടുകാരനായി മാറി. ഹീ ബികെയിം ഫ്രണ്ട്ലിയർ. ദെൻ ഹിസ് ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ, സ്മാൾ ഗ്രേ സ്ക്യൂറൽ. ഹിസ് ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ. Then arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. He became friendlier. Then his first friend in the banyan tree was a small grey squirrel. His first friend in the banyan tree was a small grey squirrel. At first, he was not friendly with him. At first, he was not. The small grey squirrel was not friendly with him. He became friendlier when he found that he did not arm himself. Okay, he became friendlier because he became friendlier when he found that. Then grey squirrel found that he did not arm himself. He did not arm himself. തൻ്റെ ആയുധമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചങ്ങാത്തം കൂടി. ഓക്കെ, but when I started leaving him piece of cake and biscuits. But ശ്രദ്ധിക്കൂ, എന്നാൽ ഞാൻ അതിനെ നൽകാനായിട്ട് തുടങ്ങിയപ്പോൾ കേക്കിൻ്റെ കഷണങ്ങളും ബിസ്ക്കറ്റിൻ്റെ കഷണങ്ങളും കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഹീ ഗ്രൂ ബോൾഡർ, കൂടുതൽ ധൈര്യശാലിയായി മാറി. ആൻഡ് ഫൈനലി ബികെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, കേക്കിൻ്റെ കഷണങ്ങളും ബിസ്ക്കറ്റ് കഷണങ്ങളും ഞാൻ കൊടുക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ കൂടുതൽ ഈ കൊച്ചു അണ്ണാർക്കണ്ണൻ കൂടുതൽ ധൈര്യശാലിയായി മാറുകയും അവസാനം പരിചയമുള്ളവനായി, ഇനഫ് ടു വേണ്ടുവോളം, ഇനഫ് ടു പഠിക്കേണ്ട ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്. ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ നിന്നും ആഹാരം കഴിക്കത്തക്ക രീതിയിൽ പരിചയമുള്ള ചങ്ങാത്തമുള്ള ഒരു ജീവിയായി കൊച്ചണ്ണാർക്കണ്ണൻ മാറുകയുണ്ടായി എന്നാണ് പറയുന്നത്. Then the narrator gave him pieces of cake and biscuits. Narrator gave the small grey squirrel pieces of cake and biscuits. Thus they became good friends. അവർ നല്ല കൂട്ടുകാരായി മാറി. ഓക്കെ, they became good friends. Then now it became friendlier to take food from his hands. It became friendlier to take food from his hands. കയ്യിൽ നിന്നും ആഹാരം വാങ്ങിച്ച് കഴിക്കത്തക്ക രീതിയിൽ
കൂട്ടുകാരായി മാറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ബിഫോർ ലോങ്, വളരെ കഴിയുന്നതിന് മുമ്പ്, he was delving before long, he was delving means searching thoroughly എന്ന്, searching thoroughly, delving means searching thoroughly, നന്നായിട്ട് പരിശോധിക്കുക, examine thoroughly എന്നാണ്. ബിഫോർ ലോങ് he was delving into my pockets, വളരെ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ, ഈ കൊച്ചണ്ണാർക്കണ്ണൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ചെയ്യുന്നു എന്താണ്, ഭക്ഷ്യവസ്തുക്കൾ തപ്പാനായിട്ട് തുടങ്ങിയെന്ന്. ബിഫോർ ലോങ് he was delving into my pockets and helping himself to whatever he could find, എന്തൊക്കെ കണ്ടെത്തുമോ അതൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. ബിഫോർ ലോങ് the small grey squirrel was searching into his pockets and taking whatever he could find. എന്തൊക്കെ കണ്ടെത്തുമോ അതെല്ലാം എടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, before long he was delving into my pocket. Delving means searching thoroughly or examining thoroughly into my pockets and helping himself whatever he could find. He was a very young squirrel. വളരെ ചെറുപ്പമായ, വളരെ കുഞ്ഞായ ഒരു അണ്ണാർക്കണ്ണനായിരുന്നു ഇത്. He was a very young squirrel and his friends and relatives, അതുകൊണ്ട് his friends and relatives, കൂട്ടുകാരും, ആരുടെ, ഈ കൊച്ചണ്ണാർക്കണ്ണൻ്റെ കൂട്ടുകാരും, റിലേറ്റീവ്സ് ബന്ധുക്കളും, പ്രോബബ്ലി ഒരു പക്ഷേ ചിന്തിച്ചു, ഒരു പക്ഷേ അതുകൊണ്ട് ഒരു വളരെ കുഞ്ഞായ ഒരു അണ്ണാർക്കണ്ണനായതുകൊണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു, ഈ കൊച്ചു അണ്ണാർക്കണ്ണൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒരു പക്ഷേ ചിന്തിച്ചിരിക്കണം. ഹിം ഹെഡ്സ്ട്രോങ്, ബാലിശം, പിടിവാശി, ആൻഡ് ഫൂളിഷ്, വിഡിത്തരം, മണ്ടത്തരമാണ്, ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ചതിക്കുന്ന മനോഭാവമുള്ള ആൾക്കാരാണ് മനുഷ്യർ. പ്രകൃതിയിൽ ഏറ്റവും ചതിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൊച്ചണ്ണാർക്കണ്ണനെ എന്ത് ചെയ്യുന്നു, കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചണ്ണാർക്കണ്ണൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒരുപക്ഷെ ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ട്, ഇത് ബാലിശമാണ്, ഇത് പിടിവാശിയാണ്, ഇത് മണ്ടത്തരമാണ്. ഫോർ ട്രസ്റ്റിംഗ്, മനുഷ്യനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് കരുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞെന്താണ്, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, then his friends and relatives thought that he was headstrong. അതേ headstrong ആണ്, ബാലിശക്കാരനാണ്. His friends and relatives thought that, perhaps his friends and relatives thought that the young grey squirrel was headstrong because he trusted a human being. It was because the small grey squirrel trusted a human being. അത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വിശ്വസിക്കുന്നത് മണ്ടതരമായിരിക്കുമെന്ന് കരുതി, അതുകൊണ്ട് ഇത് ബാലിശമായിട്ട് കണക്കാക്കി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. In the spring, when banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-buttoned bulbul, cheerful and greedy, gossiping rosy pastorals, and parrots and crows cabbling with each other all the time. During the fig season, banyan tree was the noisiest place on the road. Then in springtime, ഈ വസന്തകാലഘട്ടത്തിൽ, when banyan tree was full of small red figs, അപ്പോൾ വസന്തകാലമായപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഈ അരയാൽ വൃക്ഷം മുഴുവൻ നിറഞ്ഞു, ചെറിയ ചമന്ന ഫിക്സ് പഴങ്ങളെ കൊണ്ട്, ഫ്രൂട്ട്സിനെ കൊണ്ട് നിറഞ്ഞു. ഈ അരയാൽ വൃക്ഷത്തിൻ്റെ പഴങ്ങളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ബേർഡ്സ് കെയിം, പക്ഷികൾ വന്നു. ആൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് കെയിം ദെയർ, എല്ലാ തരത്തിലുള്ള പക്ഷികളോട് വന്നെത്തി. എന്താണ്, ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക്, ക്രൗഡ് എന്ന കൂട്ടം, ബെഞ്ച് ഓഫ് കീസ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാ പറയുക. പക്ഷികൾ കൂട്ടമായി വന്നു. ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്,
ഈ ബനിയൻ ഈ അരയാൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ എല്ലാ തരത്തിലുള്ള പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്നു. അതിലെന്തൊക്കെയാണ് ഉള്ളത് പക്ഷികൾ? ദ റെഡ് ബട്ടൻ്റെ ബുൾബുൾ, കഴുത്തിൽ ചുമന്ന ബട്ടൺ പോലെയുള്ള റൗണ്ടായിട്ടുള്ള ബുൾബുൾ പക്ഷികൾ വന്നു. ഏതൊക്കെ പക്ഷികൾ? റെഡ് ബട്ടൻ്റെ ബുൾബുൾ. ചിയർഫുൾ, സന്തോഷമുള്ള. ഗ്രീഡി, അത്യാഗ്രഹിയായ. ഗോസിപ്പിംഗ്, പൊങ്ങച്ചം പറയുന്നതായ റോസി പാസ്ട്രോസ് വന്നു. അപ്പോൾ റോസി പാസ്ട്രോസിനെ വിശേഷിപ്പിക്കുകയാണ് ചിയർഫുൾ ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്ട്രോസ്. ദെൻ പാരറ്റ്സ് വന്നു. ക്രോസ് ഉണ്ട്, കാക്കകളുണ്ട്. സ്കാബ്ലിംഗ് മീൻസ് എന്താണ്? ക്വാറലിംഗ് എന്നാണ്. ബഹളം വയ്ക്കുക, ശണ്ട കൂടുക എന്നർത്ഥമാണ്. എന്താണ് സ്കാബ്ലിംഗ്? ക്വാറലിംഗ് വിത്ത് ഈച്ച് അതർ ആൾ ദ ടൈം. ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് മോർ ഫ്രൂട്ട് ഫ്രം ദ ബ്രാഞ്ചസ്, ശിഖരങ്ങളിൽ നിന്നും ധാരാളം പഴങ്ങൾ കിട്ടാൻ വേണ്ടി പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂടി. കറക്റ്റ് വാക്ക് കശപിശ കൂടി എന്നതാണ്. ഡ്യൂറിങ് ദ ഫിക് സീസൺ, ഈ പഴക്കാലഘട്ടത്തിൽ ബനിയൻ ട്രീ വാസ് ദ നോയിസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് സൈഡിലെ ഏറ്റവും ശബ്ദകോലാഹലം നിറഞ്ഞ പ്രദേശമായിരുന്നു. ശബ്ദകോലാഹലം നിറഞ്ഞ പ്രദേശമായിരുന്നു ഇത്. ശബ്ദകോലാഹലം നിറഞ്ഞ പ്രദേശം. അപ്പോൾ ഇൻ സ്പ്രിംഗ് ടൈം ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ് came into the tree. അപ്പോൾ in spring season all kinds of birds flocked into the tree. Okay. Then what എന്തൊക്കെയായിരുന്നു പക്ഷികൾ? എന്താണ്? റെഡ് ബട്ടൺഡ് ബുൾബുൾ, ചിയർഫുൾ റോസി പാസ്ട്രോസ്, പാരറ്റ്സ് ആൻഡ് ക്രോസ്. They squabbled with each other all the time in the tree. During the fig season, it was the noisiest place on the roadside. ഏറ്റവും ശബ്ദകോലാഹലം നിറഞ്ഞ പ്രദേശമായിരുന്നു ഇത്. The time is over, so I shall conclude my class. Okay, thank you. Then നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുക. സെക്കൻഡ് പാർട്ടിൽ കിട്ടുന്നു. താങ്ക് യു. ഓക്കെ.